ഇന്നും വന്നിരിക്കുന്നത് ഒരു പ്രതീക്ഷയോടുകൂടിയാണ്. പേടിയാ. എങ്ങനായിത്തീരും, എന്തായിത്തീരും. ഇപ്പം ചന്ദ്രന്റെ അപ്പനും അമ്മയ്ക്ക് സമാധാനമാണ്. ഒരു തലമുറ ദൈവരാജ്യത്തിനു വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ കർത്താവിന്റെ പ്രത്യേകത ഞാൻ പറയുന്നത്, മരുഭൂമിയിൽ അവൻ ഉറവയൊരുക്കും. പ്രിയമ്മേ, എന്നെ കർത്താവ് കാണിക്കുന്നു, മരുഭൂമിയിൽ ഉറവയൊരുക്കും. ഞാൻ ആദ്യമായിട്ട് പ്രിയ ആൻറ്റിയെ ഞാൻ കാണുന്നത്, ആൻറ്റിയെ കാണുമ്പോൾ ആൻറ്റിക്ക് പോരെ, എഴുന്നേറ്റോ ആൻറ്റിക്ക് പോരെ, ആൻറ്റിക്ക് പോരെ, ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൻറ്റിക്ക് പോരെ, എന്നോട് കർത്താവ് ഇങ്ങ് പോരെ ആൻറ്റി. ഞാനിവിടെ നിൽക്കുമ്പോഴത്തേക്ക് എന്നോട് കർത്താവ് പറയുക, ഇന്ന് ഇതിനകത്ത് കയറിയപ്പോൾ തൊട്ട് ഈ പാട്ട് അമ്മൻ ഇവിടെ പാടിയപ്പോൾ തൊട്ട് ആൻറ്റി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി അയക്കണമേ, എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി അയക്കണമേ. ശരിയാണോ ആൻറ്റി? ഞാനിവിടെ വന്നിരുന്നപ്പോൾ തൊട്ട് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് പാടിയ പാട്ടിങ്ങനെയാ, കേൾക്കണേ എൻ പ്രാർത്ഥന. ഇന്നിവിടെ വന്നിരുന്നപ്പോൾ തൊട്ട് ആൻറ്റിയും പറയുന്ന ഒറ്റ കാര്യമാണ്, കർത്താവേ കേൾക്കണേ എൻ്റെ പ്രാർത്ഥന. ശരിയാണോ ആൻറ്റി? ശരിയാണോ? ഞാനിവിടെ നിൽക്കുമ്പോഴത്തേക്ക് കാണുന്നൊരു കാഴ്ച ഇതേ അവസ്ഥ, ഈ ഹാഗറിൻ്റെ അതേ അവസ്ഥയാണ്. ആദ്യമേ ചെന്നപ്പോഴത്തേക്ക് നന്മ ലഭിക്കുമെന്ന് ചോദിച്ചു. ഞാനിപ്പോഴേ ആൻറ്റിയുടെ ചരിത്രത്തിന് മുമ്പ്, ഞാൻ ആൻറ്റിയുടെ മുമ്പേ ഉള്ള കാലത്തിൽ, ഭൂതകാലത്തിലോട്ട് ഞാൻ പോകാം. വളർന്നു വന്ന സാഹചര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തകർച്ചയായിരുന്നു, വേദനയായിരുന്നു. പറയത്തക്ക രീതിയിലുള്ള സന്തോഷങ്ങളൊന്നും വലുതായിട്ട് അനുഭവിച്ചിട്ടില്ല. എനിക്കിതോടുകൂടി ഒരു കാര്യം ഉറപ്പായി, ഇന്ന് ഞാൻ എൻ്റെ കെട്ടുകൂട്ടും. വീടിനുള്ളിൽ കെട്ടിവെച്ചതെന്തോ, തലമുറകൾക്ക് മുമ്പിൽ കെട്ടിവെച്ചതെന്തോ, പിശാചേ നീ അത് അടയ്ക്കാൻ നോക്കിയാൽ, ഞാൻ വിളിച്ചു പറയുകയാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അതിനെ ഞങ്ങൾ ഇന്ന് ബ്രേക്ക് ചെയ്യും. ഈ കരണ്ട് പോയപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി, ഇത് മനുഷ്യ നിർമ്മിതമല്ല. ഞാൻ ഇന്നിനകത്ത് കയറിയേക്കുന്നത് ദൈവത്തിന്റെ നിയോഗപ്രകാരമാണ്. ഞാൻ എവിടേക്ക് കാണുന്ന കാഴ്ച ഇങ്ങനെയാ, ജനിച്ച കാലം മുഴുവൻ അമേൻ ഓർമ്മ വെച്ച കാലം മുഴുവൻ സന്തോഷം അനുഭവിച്ചിട്ടില്ല. ശരിയാണോ ആൻറ്റി? അമ്മ അന്നും വേദനകൾ, അമ്മ കുടുംബത്തിൽ നിന്നുള്ള വേദനകൾ. ശരിയാണോ? വേദന സഹിച്ച് ഒത്തിരി കരഞ്ഞു. കെട്ടിച്ചു വിടുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ സന്തോഷം അനുഭവിക്കുമെന്ന് വിചാരിച്ചു. അവിടെയും തകർച്ച. എന്നെ കർത്താവ് കാണിക്കുന്ന കാഴ്ച ഇങ്ങനെയാ, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇന്ന് ഈ കർത്താവിനെ അറിഞ്ഞത് കൊണ്ട് മാത്രമാ ആൻറ്റി ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ശരിയാണോ? ഈ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഏകദേശം ഒരു 6.5 വർഷം മുമ്പ് ജീവൻ ഒടുക്കിക്കളഞ്ഞാൻ. ശരിയാണോ? എന്നോട് കർത്താവ് പറയുക, കണ്ണു തുറന്നു, മരുഭൂമിയിൽ കണ്ണു തുറന്നു. ഇന്നും വന്നിരിക്കുന്നത് ഒരു പ്രതീക്ഷയോടുകൂടിയാണ്. ഇന്നും വന്നിരിക്കുന്നത് ചിലത് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുക. ഞാനിവിടെ ഇരിക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച ഇങ്ങനെയാ, കഴിഞ്ഞ ദിവസങ്ങളിൽ ആൻറ്റി എന്നെ ചിന്തയാ, അവൻ എനിക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ വെച്ചുകൊള്ളുകയും. ശരിയാണോ ആൻറ്റി? കഴിഞ്ഞ ദിവസവും ഇതേ വചനം പറഞ്ഞില്ലേ ആശ്വസിച്ചത്? എന്നോട് കർത്താവ് പറയുന്നത്, ആൻറ്റി എഴുതി വെച്ചോ, ഇന്ന് ചരിത്രം തിരികെ, ഇന്ന് ചരിത്രം തിരികെ.
ഇന്നത്തെ ദിവസം ചരിത്രം തിരിയ. കാര്യം എന്താണെന്നറിയാവോ? ദാസനാകാനല്ല വിളിച്ചത്, പുത്രനാകാനാ. ഞാൻ ആത്മാവിനെ വിളിച്ചു പറയുക, ഇന്നത്തെ ഈ ദിവസം അവൻ നിന്റെ തലമുറകൾക്ക് മുമ്പ് വന്ന ഏത് തന്നെ ശാപമാണെങ്കിലും, നിന്റെ തലമുറകൾക്ക് മുമ്പ് വന്ന ഏത് തന്നെ വേദനയാണെങ്കിലും, ഇന്ന് പിതാവ് നിന്റെ കണ്ണു തുറക്കുന്നു. നിനക്ക് വേണ്ടി മരുഭൂമിയിൽ ഒരു നീരുറവ. ഞാനത് വിശ്വസിക്കുക, ഞാനത് വിശ്വസിക്കുക. ഇന്ന് മടങ്ങി ചെല്ലുമ്പോ എഴുതി വെച്ചോ, അമ്മ സ്വർഗം നിനക്കൊരു മറുപടി അയക്കാൻ പോകുക. കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മ ചിന്തിച്ചിരിക്കുന്ന 3 വിഷയം, അതിൽ 2 വിഷയം പ്രാധാന്യമുള്ളത്. അതിൽ ഒന്ന് നടന്നില്ലെങ്കിൽ ലൈഫ് മുൻപോട്ട് പോകുന്ന സാഹചര്യം. ശരിയാണോ ആന്റി? ശരിയാണോ അത്? ആമേൻ. എന്നോട് കർത്താവ് പറയുക, അതിനുവേണ്ടി ദൈവം ഒരു വഴി ഒരുക്കാൻ പോകുക. അതിനുവേണ്ടി ദൈവം ഒരു വഴി ഒരുക്കാൻ പോവുക. ഇന്ന് മടങ്ങി ചെല്ലുമ്പോൾ നിന്റെ ലൈഫിനെ തിരിക്കുന്ന പോലെ, നിന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ട സമാധാനത്തെ സ്വർഗം. ഓ, എന്നോട് കർത്താവ് അങ്ങനെ വീട് പറയുക. ആമേൻ. ചില നാളുകളായി വീടിനുള്ളിൽ നഷ്ടപ്പെട്ട സമാധാനത്തെ സ്വർഗം ഈ നിമിഷം തിരികെ തരികയാണ്. നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെന്തോ, നിന്നോട് പറഞ്ഞ ദൂതുകളെന്തോ, അത് സ്വർഗം നിന്റെ ലൈഫിൽ നിറവേറ്റാൻ പോകുകയാണ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മക്കളുണ്ടോ ആന്റി? എന്ത് ചെയ്യുന്നു പിള്ളേര്? +2 കഴിഞ്ഞു, രണ്ടാം പിള്ളേര്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണേ. കഴിഞ്ഞ ദിവസം എന്നോട് ആരായിരുന്നു, എനിക്ക് ടീച്ചറാണോ, എന്നോട് ആരോ ഒരാൾ പറഞ്ഞൊരു വേർഡാണേ, ഇപ്പം ചന്ദ്രുവിൻ്റെ അപ്പനും അമ്മയ്ക്ക് സമാധാനമാണ്. കഴിഞ്ഞ ദിവസം ഞാനും ചിന്തിച്ചൊരു വേർഡാ, സത്യമാണ്, എൻ്റെ അപ്പനും അമ്മയ്ക്ക് സമാധാനമാണ്. അതിനുള്ളൊരു കാര്യം ഈ പുസ്തകവും ഞാൻ എടുത്തോണ്ട കേട്ടോ. ഞാൻ എവിടേക്കോ എങ്ങനെയൊക്കെയോ ആകി പോകണ്ട ഞാൻ, അല്ലെങ്കിൽ തകർന്നു പോകണ്ട ഞാൻ, പല കേസുകളിലും പെട്ട് കൂട്ടുകാർ കാരണം ചിലപ്പോൾ വഴിതെറ്റി പോകണ്ട ഞാൻ ഇന്ന് ഈ പുസ്തകം എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് വിളിച്ചുകൊണ്ടാ. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ ആ രീതിയിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ സമാധാനം കാണത്തില്ലായിരുന്നു. പക്ഷെ എന്നോട് കർത്താവ് പറയുക, മക്കളെ ഓർത്തു നീ സമാധാനിക്കും. മക്കളെ ഓർത്ത് സമാധാനിക്കും. ആ ഒഴുകുന്ന കണ്ണീരൊന്നും വെറുതെ അല്ല എൻ്റെ. ഞാൻ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച, പലപ്പോഴും കൂട്ടുകെട്ടുകൾ കാരണം പലതും പറയുന്നത് കേൾക്കാതെ വരുന്ന സാഹചര്യങ്ങൾ. പലപ്പോഴും ആദി പേടിയാ, എങ്ങനായിത്തീരും, എന്തായിത്തീരും. പക്ഷെ എന്നോട് കർത്താവ് പറയും കേട്ടോ, എൻ്റെ അപ്പനോ അമ്മയ്ക്കുള്ള സമാധാനം വെച്ച് ഈ പുസ്തകം കൊടുത്തതാ. ഞാൻ ദൈവത്തിലേക്ക് മടങ്ങി വന്നതാ. ഇന്ന് ഈ നിൽക്കുന്ന പ്രിയ ജെഫിനാണെങ്കിലും ജുവലാണെങ്കിലും എൻ്റെ കൂട്ടത്തിലുള്ള പിള്ളേരുടെ പേരാണ് ഞാൻ പറയുന്നത്, അലനാണെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരുടെ എല്ലാവരുടെയും അപ്പൻ്റെ അമ്മയുടെ ഏക സമാധാനമുള്ളത് ഈ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവന്മാർ നിൽക്കുന്നെന്നുള്ളതാണ്. അത് ഇന്ന കാര്യമൊന്നും ഇവർ മൈക്കെടുത്ത്, ഞാൻ ഒരിക്കലും പറയത്തില്ല മൈക്കെടുത്ത് ശുശ്രൂഷിക്കുന്ന മാത്രം ശുശ്രൂഷ ഞാൻ ഒരിക്കലും പറയത്തില്ല. കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ കീബോർഡിസ്റ്റ് ആയിരുന്നു, ഒരു സമയത്ത് ഞാൻ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു. പലപ്പോഴും മീറ്റിങ്ങുകൾ പോകുമ്പോഴത്തേക്ക് ഞാൻ ഈ ബോസൊക്കെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി മേളിൽ കൊണ്ടുവെക്കുമായിരുന്നു പലപ്പോഴും. അതെല്ലാം എൻ്റെ ലൈഫിലൊരു അനുഗ്രഹമായി മാറി. ഞാൻ ഒത്തിരി സന്തോഷിക്കുന്ന കാര്യം, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുക, പ്രിയ അലനും ആവച്ചനും, ഞാൻ ഒത്തിരി സന്തോഷിക്കുന്ന കാര്യം, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വയ്യാതിരിക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പ്രിയ, ഇന്നലെ കെനസും ജൂലും ഇന്നലെ രാത്രി ഇവരെ 4 പേരും ഇന്നലെ വന്ന് ഈ സിസ്റ്റം ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഈ ബോക്സിന് 37 കിലോയാണ് ഒരു ബോക്സിന്. ഇത് താഴെ നിന്ന് എടുത്തുകൊണ്ട് വരിക എന്നുള്ള ചില്ലറ കാര്യമല്ല, നല്ല പ്രയാസമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇത് ചെയ്ത കാര്യം വെച്ചാൽ ഇവരെ 4 പേരും ഇന്നലെ രാത്രി എനിക്ക് വയ്യെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ യുവമാർ ഓടി വന്ന് ചെയ്യാൻ തയ്യാറായി. പ്രിയ ജൂവലിനും കനസിനും ഇന്നലെ മഴ കാരണം അവർ 9:30 വരെ നോക്കി വരാൻ വേണ്ടി, പക്ഷെ പറ്റിയില്ല. പ്രിയ അലനും ആവച്ചനും, ഞാൻ പറയാം ഈ കീബോർഡ് വയ്ക്കുന്ന അലനും ഈ ആവച്ചനും
ഈ ആവശ്യം പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് നിൽക്കുക. അവിടെ മോനെ നീങ്ങി വന്നേടാ, നീങ്ങി വാ. ഓ എന്തോ എനിക്കറിയത്തില്ല, ഇതെന്തോ കർത്താവ് ഭയങ്കരമായിട്ട് തിരിക്കുക കേട്ടോ. കണ്ടാൽ ഇവനെ പോലെയാണോ ആൻറ്റിയുടെ മോനും? ആണോ ആൻറ്റി? എനിക്കറിയത്തില്ല. എന്നോട് കർത്താവ് ഇവനെ വിളിക്കാൻ പറഞ്ഞു. കണ്ടാ ഇവനെ പോലെയാണോ? ഇതുപോലെയൊക്കെ തന്നെയാണോ മുടി വെട്ടുന്നേ? ആണോ ആൻറ്റി? മോനെ മൈക്ക് എടുത്ത് പിടിക്കടാ. ആണോ ആൻറ്റി? ഇതുപോലെ തന്നെയാണ് ഇവന്റെ ഡ്രസ്സിങ് സ്റ്റൈല്. ഞാനൊരു കാര്യം പറയും. ഇന്നലെ ഇവനും ആവച്ചനും പ്രിയ അലനും കൂടെ ഈ ബോക്സുകളും ഈ സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ച്, ഞാനത് എടുത്തു വെച്ചതിൻ്റെ കാര്യം പറയാനില്ല. ഇന്നലെ ഇവിടെ വന്ന് ഇവർ ഇത് സെറ്റ് ചെയ്തിട്ട് പോയപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ഇവരുടെ പപ്പയ്ക്കും അമ്മയ്ക്കും വേദനയല്ല, ഇതുകൊണ്ട് സമാധാനമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദൈവരാജ്യത്തിന് വേണ്ടിയാന്നേ. ഒരു തലമുറ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു തലമുറ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഇവനെ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, ഈ ആവശ്യത്തിൽ ഞാൻ കണ്ട വലിയ പ്രായമൊന്നുമില്ല, +2 കഴിഞ്ഞേ ഉള്ളൂ. ഇവന് ഞാൻ കണ്ട പ്രത്യേകത എന്താ പറയുമോ, ഇവൻ എല്ലാ കാര്യത്തിലും ഇടപെടത്തില്ല, പക്ഷെ ദൈവിക കാര്യത്തിൽ ഇവൻ ഒരു കാര്യം മുമ്പോട്ട് എടുത്ത് വെക്കുന്നവനാണ്. എന്നാൽ വലിയ വിശ്വാസം, വലിയ സംഭവമൊന്നുമല്ല പറയുന്നത്. പക്ഷേ ഇവൻ കാരണം വീടിന് സമാധാനം വന്ന പോലെ. ഞാൻ ആൻറ്റിയെ നോക്കി വിളിച്ചു പറയാ, ആൻറ്റിയുടെ മുകളിൽ കൊണ്ട് സമാധാനം വരും. ഞാൻ എവിടേക്കുമ്പോഴത്തേക്ക് എന്തോ എന്നോട് കർത്താവ് പറയുന്നു, അവൻ്റെ ഭാവിയെ ദൈവം സെറ്റ് ചെയ്യാൻ പോവാ. അവന് വേണ്ടി ഒരു ടെക്നീഷ്യൻ പോലെ, ഒരു എഞ്ചിനീയർ പോലെ. എന്നോട് കർത്താവ് പറയുന്നു, നീ എന്നാ പഠിക്കാനാണോ പോനെ? എഞ്ചിനീയറിങ്. എന്നെ കർത്താവ് അങ്ങനെ ഒരു വേടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മേഖല ആൻറ്റിയുടെ മോനുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പൺ ആകാൻ പോവുകയാണ്. സ്വർഗം അങ്ങനെ ഒരു കാര്യം റിലീസ് ചെയ്തു. ഞാൻ ആൻറ്റിയെ നോക്കി വിളിച്ചു പറയുക, ഇന്നിവിടെ വെറുതെ അല്ല വന്നത്, ഇതിനകത്ത് വന്നത് കയറിയോണ്ട് ആൻറ്റിയുടെ ഫാമിലി നഷ്ടപ്പെട്ട സമാധാനത്തിലേക്ക് ഇന്ന് എഴുതി വെച്ചോ. ഇന്ന് മടങ്ങിച്ചെല്ല ഈ നിമിഷം മുതൽ നഷ്ടപ്പെട്ട സമാധാനത്തെ സ്വർഗം തിരികെ തിരികെ തരാൻ പോകുകയാണ്. എന്നെ കർത്താവ് കാണിക്കൊരു കാഴ്ച ഇങ്ങനെയാ, നിങ്ങളുടെ ഭവനത്തെ സ്വർഗം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നു. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മരണഭീതികളെ കർത്താവ് കൊടുത്ത് ക്യാൻസൽ ചെയ്യുക. ഇപ്പോൾ സ്വർഗം നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുന്നു. ദൈവം വൻ കാര്യം ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ആൻറ്റി, ഇതൊന്നും ഞാൻ പറയുന്നതല്ല, സർവ്വമാനവ മഹത്വം കർത്താവിനാണ്. ഒരു കഴിവ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു കഴിവില്ലാത്തവനായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും വലിയ പറയാത്ത കഴിവോ ക്വാളിറ്റീസോ ഒന്നുമില്ല. പക്ഷെ ഇതിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൃപയൊന്നും മാത്രം. അതുകൊണ്ട് ഞാൻ ആൻറ്റിയെ നോക്കി വിളിച്ചു, ഈ കൃപ മറയ്ക്കാൻ പോവുകയാണ്. ദൈവം അനുഗ്രഹിക്കാൻ പോയിരുന്നു.